Good morning, everyone. So, welcome to KS Mains Answers. So, ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ള KS എക്സാമിനേഷന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസ് സെക്ഷൻ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓരോ സെക്ഷൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ഇങ്ങനെ ഓരോ സെക്ഷൻസ് എടുത്തിട്ട് നമ്മൾ അതാത് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്നുള്ളതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നമുക്കറിയാം നമ്മൾ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ പ്രിലിംസിന്റെയും അതുപോലെ തന്നെ മെയിൻസിന്റെയും സിലബസ് എന്തല്ല, രണ്ടും രണ്ടല്ല, ഒരേ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. അപ്പം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അതേ കണ്ടന്റ് പഠിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മെയിൻസ് അനാലിസിസ് കൂടെ കാണുന്ന സമയത്ത് നിങ്ങൾ പ്രിലിംസിന്റെ പോയിന്റ്സ് പഠിക്കുന്നത് മെയിൻസിന്റെ രൂപത്തിലും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഡെഫിനറ്റ്ലി പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എക്സ്ട്രാ വർക്കുകൾ കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ടതില്ല. ഈ പറയുന്ന മെയിൻസിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ ഇത്തരം ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രിലിംസിനും കൂടെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും KS 2025 വേണ്ടിയിട്ട് KS റാങ്കർ എന്ത് ചെയ്തിട്ടുണ്ട്, KS മാസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11,000 ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. സോ അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്ട്ലി നമ്മളെ 7012173900 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ KSന് വേണ്ടിയിട്ട് ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 28 ടെസ്റ്റ് ആണ് വരുന്നത്. അതിൽ 26 സെക്ഷണൽ ടെസ്റ്റും അതുപോലെ 2 ഫുൾ ടെസ്റ്റും വരുന്നുണ്ട്. അപ്പം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മളൊരു സാധാ PSC ലെവലല്ല, KSന്റെ ലൈക്ക് ആ ഒരു ലാൻഡ് മാർക്ക്, ആ ഒരു മാർക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത് എക്സ്പ്ലനേഷൻസ്, അതുപോലെ തന്നെ റാങ്കിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി KS മെയിൻസ് ആൻസേഴ്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GS പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ GS പേപ്പർ 1 പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ഓരോ സെക്ഷൻ വൈസ് എടുത്തിട്ട് എങ്ങനെയാണ് അതിനെ ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ വാസ് പ്രൊമൈസ്ഡ് അപ്പോൺ ദി ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊമൈസ്ഡ് അപ്പോൺ ദി ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. അപ്പൊ ഒരു 30 വേർഡ്സിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ്, അല്ലെങ്കിൽ 30 ടു മാക്സിമം 35 വേർഡ്സ്. ഓക്കെ, നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നില്ല മെയിൻസിന്റെ KSന്റെ മെയിൻസിന് ഉണ്ടായിരുന്നത്. പല ചോദ്യങ്ങൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേസസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഇൻ ജനറൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 30 ടു 35 വേർഡ്സിൽ നമ്മുടെ ആൻസേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഫ്രെയിം ചെയ്യണം. ഇനി നമുക്ക് ഇതിലെ കീ വേർഡ്സിലേക്ക് നോക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു ആൻസറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഫസ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ, അതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൺ ദി ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ. ഇത് രണ്ടുമാണ് ആസ് സച്ച് ഈ ഒരു ക്വസ്റ്റ്യന്റെ കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് വിസിബിളും ഇൻവിസിബിളും ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യത്തിനെ സംബന്ധിച്ചിട്ട് ഒരു ഇൻവിസിബിൾ കീവേഡ്സും കൂടെ ഉണ്ട്. ഓക്കെ, സോ ആക്ച്വലി ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ബ്രിട്ടൻ, ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ, ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് ലൈക്ക് ആസ് സച്ച് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ കീവേഡ് അവിടെ മിസ്സിംഗ് ആണ്. അതും കൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് കീവേഡ്സ് ഞാൻ പറഞ്ഞു, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ഇന്ത്യ, ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ. ഇതാണ് ഇവിടുത്തെ 2 കീവേഡ്സ്. അപ്പൊ ഇതിലെ ഇൻവിസിബിൾ കീവേഡ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോളിസിയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്ത് വായിച്ചു നോക്കുക. അതായത് ബ്രിട്ടീഷ് പോളിസി ലെഡ് ടു ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ഇന്ത്യ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ബ്രിട്ടൻ. ഇപ്പൊ അത് കണക്ട് ആയില്ലേ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ബ്രിട്ടീഷ് പോളിസികളെ കുറിച്ചും ഈ ആൻസറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ആക്ച്വലി ലെഡ് ടു ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സൈമൾട്ടേനിയസ്ലി ലെഡ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ. ഇനിയിപ്പോ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രം മതി. ആൻസർ സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചർ ഫ്രെയിംവർക്ക് ഇപ്പൊ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എക്സാക്ട്ലി കിട്ടി. ഓക്കെ, അപ്പൊ ആൻസർ എങ്ങനെയായിരിക്കണം വരേണ്ടത്? നിങ്ങൾ ഇനീഷ്യലി മെൻഷൻ ചെയ്യേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് പോളിസികളായിരിക്കണം. ദിസ് ബ്രിട്ടീഷ് പോളിസി ലെഡ് ടു ഡീഇൻഡസ്ട്രിയലൈസേഷൻ, ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇങ്ങനെയാണോ വരേണ്ടത്? അല്ല. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല അത് കൊടുക്കേണ്ടത്. അപ്പൊ ആക്ച്വലി ഇത് വരേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പോളിസി ദാറ്റ് ലെഡ് ടു ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ഇന്ത്യ ആൻഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ടു ദി ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ, ഇവിടെ ഡീഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാനുള്ള കാരണങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പം ബ്രിട്ടീഷ് പോളിസീസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ദെൻ ഇൻഡക്റ്റഡ്നെസ് ഉണ്ട്. അതുപോലെ ലൈക്ക് മാർക്കറ്റ് ഓറിയന്റഡ് എക്കണോമി ആയിട്ട് ഇന്ത്യ മാറ്റിയിട്ടുണ്ടായിരുന്നു. ക്യാഷ് ക്രോപ്പ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് പോളിസി ദാറ്റ് ലെഡ് ടു ഡീഇൻഡസ്ട്രിയലൈസേഷൻ, this led to agrarian distress. Okay, then this also led to destruction of handloom industry. Okay, handloom industry that led to unskilling of the labor force.
labor force. But at the same time, it led to industrial growth in Britain. Okay, industrial growth in Britain, research and development, then capital investment. Okay, capital investment. ഇത് എവിടെ നിന്ന് കിട്ടി? ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ക്യാപിറ്റൽ കിട്ടി. ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇത് വന്നിട്ടുണ്ടായിരുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, കാരണം പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വരണമെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വരണം. നമുക്കറിയാം ആ സമയത്ത് സ്പിന്നിങ് ജെന്നി പോലെയുള്ള ലൈക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആയി കഴിഞ്ഞാലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആയാലും ട്രാൻസ്പോർട്ട് ആയാലും ഇവിടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ. ബ്രിട്ടന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ നമ്മുടെ ആൻസറിൽ കൊണ്ടുവരണം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ 30 വേർഡ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാ പോയിന്റും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ത്രൈവ്ഡ് ഓൺ ഇന്ത്യസ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡ്രിവൺ ബൈ കൊളോണിയൽ പോളിസീസ്. അപ്പൊ കൊളോണിയൽ പോളിസീസ് എന്താണെന്നുള്ളത് ഇനി നമ്മൾ പറയണം. ഹൈ ടാരിഫ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, റോ മെറ്റീരിയൽ എക്സ്പ്ലോയിറ്റേഷൻ, de-skilling of the artisans, okay, and forced market dependency, transforming India into a colonial economy and Britain's raw material supplier. ഓക്കെ, ഇപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ പറയുന്ന ബ്രിട്ടീഷ് പോളിസി. അപ്പൊ ഈ ഒരു ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി ഈ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ബ്രിട്ടീഷ് പോളിസി എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, എക്സാമിൻ. അപ്പം ഈ പറയുന്ന ബ്രിട്ടീഷ് പോളിസികളെ കുറിച്ചിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ കൃത്യമായിട്ട് ആ പോളിസികൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. അതെന്ത് ചെയ്തു? ദാറ്റ് ലെഡ് ടു ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ദാറ്റ് ഇസ് ത്രൈവ്ഡ് അപ്പോൺ ഇന്ത്യസ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. അതിന്റെ ലാസ്റ്റ് ഒരു കൺക്ലൂഡിംഗ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യ ബിക്കം എ കൊളോണിയൽ എക്കണോമി ആൻഡ് ബ്രിട്ടൻ ഗോട്ട് ദ റോ മെറ്റീരിയൽ ഫ്രം ഇന്ത്യ. സോ ഇന്ത്യ ബിക്കം എ കൊളോണിയൽ എക്കണോമി ആൻഡ് എ സപ്ലയർ ഓഫ് ദി റോ മെറ്റീരിയൽ ടു ബ്രിട്ടൻ. ഇപ്പൊ ബ്രിട്ടന് വേണ്ട സപ്ലൈ, റോ മെറ്റീരിയലിന്റെ സപ്ലൈ കിട്ടി. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ബൈ എക്സ്പ്ലോയിറ്റിംഗ് ഇന്ത്യ, ബ്രിട്ടൻ ഗോട്ട് ദി ക്യാപിറ്റൽ. ബട്ട് ആ സാധനം കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്കത് 30 വേർഡ്സിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, പോയിന്റ്സ് ഇല്ലാത്തത് കൊണ്ടല്ല. ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ ലൈക്ക് ഈ ചോദ്യത്തിലേക്ക് എനിക്ക് ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പല പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇൻ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് മെയിൻസ് ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ആണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കേസ് എക്സാമിനേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് അനലൈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Indian Renaissance resulted in the emergence of new identity for Indian women. So ഇവിടുത്തെ കീവേഡ്സ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഏതെങ്കിലും ഇൻവിസിബിൾ കീവേഡ്സ് ഉണ്ടോ, വിസിബിൾ കീവേഡ്സ് ഉണ്ടോ, അതിന്റെ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഇന്ത്യൻ റിനൈസൻസ് ഒരു കീവേഡ് ആണ്. റിസൾട്ടഡ് ഇൻ എമർജൻസ് ഓഫ് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വുമൺ. ഓക്കെ, സോ ക്വസ്റ്റ്യന്റെ ടെയിൽ എൻഡ് അല്ലെങ്കിൽ ലൈക്ക് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ വുമണിനെ കുറിച്ചിട്ടാണ്. സോ ഇന്ത്യൻ റിനൈസൻസ് എവിടെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം? ഇന്ത്യൻ റിനൈസൻസ് ഫോർ ദി വെൽഫെയർ ഓഫ് വുമൺ. ഓക്കെ, വെൽഫെയർ ഓഫ് ദി വുമൺ അല്ലെങ്കിൽ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദി വുമൺ, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ റിനൈസൻസിന്റെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ക്രിയേറ്റഡ്, ഇവിടുത്തെ ലൈക്ക് അബ്സല്യൂട്ട് ദ ടോപ്പ് മോസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് ന്യൂ ഐഡന്റിറ്റി ആണ്. ഓക്കെ, അതായത് എന്തെല്ലാമായിരുന്നു ഇന്ത്യയിലെ ലൈക്ക് വുമൺ സെൻട്രിക് ആയിട്ടുള്ള റിനൈസൻസ് മൂവ്മെന്റ് എന്നുള്ളതോ അതല്ലെങ്കിൽ അത് ലൈക്ക് എങ്ങനെ വുമൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തോ, ഇതൊന്നുമല്ല. വാട്ട് വാസ് ദറ്റ് ന്യൂ ഐഡന്റിറ്റി? ഓക്കെ, ന്യൂ എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇൻവിസിബിൾ ആയിട്ട് ഒരു ഓൾഡ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഒരു ഓൾഡ് ഐഡന്റിറ്റി, ന്യൂ ഐഡന്റിറ്റി, ഇൻ ബിറ്റ്വീനിൽ എന്തോ നടക്കുന്നുണ്ട്? റിനൈസൻസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യന്റെ ഫ്രെയിം വർക്ക് വരേണ്ടത്. ഓക്കെ, സോ രണ്ട് കീവേഡ്സ് ആണ് വരുന്നത്. ഇന്ത്യൻ റിനൈസൻസ്, ന്യൂ ഐഡന്റിറ്റി ഓഫ് ദി വുമൺ. ന്യൂ ഐഡന്റിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു ഓൾഡ് ഐഡന്റിറ്റി അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ റിനൈസൻസ് വുമൺ സെൻട്രിക് ആയിരിക്കണം. വാട്ട് ആർ ദ ന്യൂ ഐഡന്റിറ്റീസ് ഓഫ് ദ വുമൺ? ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ലൈക്ക് ന്യൂ ആൻഡ് ഓൾഡ്? ഓക്കെ, ന്യൂ, ഓൾഡ്, ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വാട്ട് വാസ് ദ ഓൾഡ് സിസ്റ്റം? ഇറ്റ് വാസ് പാട്രിയാർക്കി. ഓക്കെ, അൺഎഡ്യൂക്കേറ്റഡ് വുമൻസിന് എഡ്യൂക്കേറ്റ് ഉണ്ടായിരുന്നു? ഇല്ല, അൺഎഡ്യൂക്കേറ്റഡ് വുമൻസ് ആയിരുന്നു. ദെൻ ലോ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് decision making. Okay, then low female labor force participation. Okay, political participation low ആയിരുന്നു, low female labor force participation ആയിരുന്നു. But what was the new identity? They become like leaders. Okay, leaders or like the torch bearers of social reformsന്റെ ടോർച്ച് bearers അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് അവർ മാറിയിട്ടുണ്ട്. ഓക്കെ, then decision making powers കിട്ടി. They become educated. Then they break the patriarchy.
ഓക്കെ, പാട്രിയാർക്കിയുടെ ആ ഒരു ചെയിൻസ് അവരെന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ഇതൊക്കെയാണ് ന്യൂ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഓൾഡ് ഐഡന്റിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ആൻസറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതിന്റെ ഒരു ആൻസർ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാം? ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, then Indian Renaissance fostered women's education, social reform, political participation, rights awareness, challenging patriarchy, child marriage, and sati, shaping modern identity rooted in empowerment, equality, and self-expression. ഓക്കെ, സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്തു, ഈ ഇന്ത്യൻ റിനൈസൻസ് അത് എന്തൊക്കെയാണ് ഫോസ്റ്റർ ചെയ്തെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാ സാധനവും ലൈക്ക് മാക്സിമം പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തു, സോഷ്യൽ റിഫോംസ് ഇൻക്ലൂഡ് ചെയ്തു, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂഡ് ചെയ്തു, റൈറ്റ്സ് അവയർനെസ് ഇൻക്ലൂഡ് ചെയ്തു, ലൈക്ക് പാട്രിയാർക്കി ഇൻക്ലൂഡ് ചെയ്തു, ചൈൽഡ് മാരേജ് വാസ് ദിയർ. ഓക്കെ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ഹി വാസ് വൺ ഓഫ് ദി പയനിയർ. ഓക്കെ, then Jyotiba Phule was there. Okay, then like child marriage, then Sati was there. Okay, Rajaram Mohan Roy. Then it all shaped the modern identity that was rooted in. Okay, rooted in. അത് ഇനി പറയാൻ പോകുന്നതാണ് ന്യൂ ഐഡന്റിറ്റി, ദാറ്റ് ഈസ് വുമൺ എംപവർമെന്റ്. ഓക്കെ, വുമൺ ഇക്വാലിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ജെൻഡർ ജസ്റ്റിസ്. വേണമെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ജെൻഡർ ജസ്റ്റിസ് എന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ സെൽഫ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇതാണ് എന്ത് ന്യൂ ഐഡന്റിറ്റി. ഓക്കെ, സോ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തത് റോങ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇന്ത്യൻ റിനൈസൻസ് റിസൾട്ടഡ് ഇൻ ദി എമർജൻസ് ഓഫ് ദി ന്യൂ ഐഡന്റിറ്റി ഓഫ് ദി വുമൺ. അതിന്റെ ആൻസർ വരുന്നത് ഇതാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി അതൊന്ന് ഓർത്ത് വെക്കണം. ദെൻ അടുത്ത ചോദ്യം, കൊളോണിയലിസം ട്രാൻസ്ഫോംഡ് പെസൻട്രി ആസ് വെൽ ആസ് അഗ്രേറിയൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ ലൈക്ക് നെവർ ബിഫോർ. കൊളോണിയലിസം ട്രാൻസ്ഫോംഡ് ഇന്ത്യൻ പെസൻട്രി ആസ് വെൽ ആസ് അഗ്രേറിയൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ ലൈക്ക് നെവർ ബിഫോർ. ഇപ്പൊ നെവർ ബിഫോർ അല്ലെങ്കിൽ ന്യൂ ഇങ്ങനത്തെ കീവേഡ് ഒക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടായിരിക്കും, ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രസന്റ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ലൈക്ക് നെവർ ബിഫോർ എന്ന് പറയുമ്പോൾ ആ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഓർക്കുക, ഇവിടെ നമുക്കൊരു 35 വേർഡ്സിലായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിൽ കൂടാനും പാടില്ല. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ ഇൻക്ലൂഡ് ചെയ്യണം? കൊളോണിയലിസം ട്രാൻസ്ഫോംഡ്, അപ്പൊ ഡെഫിനറ്റ്ലി കൊളോണിയൽ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പെസൻട്രീനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അഗ്രേറിയൻ സ്ട്രക്ചറിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് മനസ്സിലാവണം. അതെങ്ങനെയായിരിക്കണം? ഓൾഡും ന്യൂവും, അതായത് പ്രീ ബ്രിട്ടീഷ് ടൈമിന് എങ്ങനെയായിരുന്നു, പോസ്റ്റ് ബ്രിട്ടീഷ് ടൈമിന് എങ്ങനെയായിരുന്നു, ഇത് രണ്ടും മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ആൻസർ ഫൈനലി ഉണ്ടാവേണ്ടത്. ഓക്കെ, ഏതൊക്കെ ലൈക്ക് ആസ്പെക്ട്സിൽ ചേഞ്ച് വരണം? പെസൻട്രി എന്ന് പറയുന്ന ആസ്പെക്ടിലും അഗ്രേറിയൻ സ്ട്രക്ചർ, ഈ രണ്ട് ആസ്പെക്ടിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ മെയിൻസ് ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ആ ഒരു സാധനം ലൈക്ക് ആ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഈ രണ്ട് ആസ്പെക്ടിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. പ്രീ ബ്രിട്ടീഷ് എങ്ങനെയായിരുന്നു, പോസ്റ്റ് ബ്രിട്ടീഷ് അത് എങ്ങനെയായിട്ട് മാറി, അഗ്രേറിയൻ സ്ട്രക്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് സംഭവിച്ച ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അത് അവിടെ നിങ്ങളുടെ ആൻസറിൽ വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ, സോ ഇതൊരു 35 വേർഡ്സിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഞാൻ അതിലേക്ക് റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ആൻസേഴ്സ് എല്ലാം ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇന്ത്യൻ അഗ്രികൾച്ചർ വാസ് സെൽഫ് സഫിഷ്യന്റ് ആൻഡ് എക്സ്പോർട്ട് ഓറിയന്റഡ്. സോ പ്രീവിയസ്ലി എങ്ങനെയായിരുന്നു, പ്രീ ബ്രിട്ടീഷ് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് സെൽഫ് സഫിഷ്യന്റ് ആൻഡ് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിരുന്നു. ഇനി ഇവിടെ എനിക്ക് കോമ ഇട്ടിട്ട് വേറെയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇറ്റ് വാസ് ലൈക്ക് പ്രിഡോമിനന്റ്ലി എന്തായിരുന്നു? ഫുഡ് അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഫോർ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആയിരുന്നു. സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു. ആൻഡ് വി കൾട്ടിവേറ്റഡ് ഇൻഡിജിനസ് ക്രോപ്സ് ഓൺലി. ഇങ്ങനെ ലൈക്ക് എനിക്ക് ഒരുപാട് പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്യാം. ബട്ട് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 30-35 വേർഡ്സിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 10 to 15 വേർഡ്സ് ആയി. അപ്പൊ ക്വസ്റ്റ്യന്റെ ബാക്കി സ്ട്രക്ചർ ഒന്നും എനിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് പറഞ്ഞു എന്ത്, സെൽഫ് സഫിഷ്യന്റ് ആൻഡ് എക്സ്പോർട്ട് ഓറിയന്റഡ്. കാരണം എന്തായിരുന്നു, ഇന്ത്യ ആ ഒരു സമയത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദാറ്റ് ടൈം ഓൾമോസ്റ്റ് ഹാഡ് 24% ഓഫ് ദി ഗ്ലോബൽ GDP. അതിന് കാരണം എന്തായിരുന്നു? വി എക്സ്പോർട്ടഡ് ലൈക്ക് സ്പൈസസ്. Okay, we exported items like spices which were in huge demand in Britain, okay, or in other parts of the world. അപ്പൊ അത് എക്സ്പോർട്ട് ചെയ്താൽ നമ്മൾ ലൈക്ക് we were like earning in gold and precious stones. അപ്പൊ ഇന്ത്യ വാസ് ലൈക്ക് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ബിക്കോസ് ഓഫ് ദിസ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട്. ദെൻ ക്വസ്റ്റ്യന്റെ ബാക്കി പാർട്ട്, ഇത് നമ്മൾ എക്സിസ്റ്റിംഗ്, അതായത് പ്രീ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, ലിമിറ്റഡ് വേർഡ്സിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്തു. ദെൻ അടുത്തത് ബ്രിട്ടീഷ് പോളിസീസ് എന്തൊക്കെയാണ്? Colonialism disrupted Indian agrarian structure through land revenue system. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഏതൊക്കെയായിരുന്നു ലാൻഡ് റവന്യൂ സ്ട്രക്ചർ എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. ജമീന്ദാരി, റോയത്ത്വാരി ആൻഡ് മഹൽവാരി. ഓക്കെ, സോ ജമീന്ദാരി എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. റോയത്ത്വാരി എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു ഉണ്ടായിരുന്നത്. മഹൽവാരി വരുന്നത് നമ്മുടെ
വെസ്റ്റേൺ പാർട്ടിലേക്ക്, അതായത് ബോംബെ ആ ഒരു റീജിയനിലായിരുന്നു മഹൽവാരി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടിയാണ്. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്പ് ഫോക്കസ്. അപ്പം ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇൻഡെപ്റ്റഡ്നെസ് ആൻഡ് ലാൻഡ്ലെസ്നെസ് റിസൾട്ടഡ് ഇൻ പെസന്റ് റിവോൾട്ട്. ഓക്കെ, കാരണം എന്താണ്, ചോദ്യത്തിൽ പെസൻട്രിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അഗ്രേറിയൻ സ്ട്രക്ചറിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് ഇവിടെ പറഞ്ഞു. ഓക്കെ, റിസൾട്ടഡ് ഇൻ പെസന്റ് റിവോൾട്ട്, പെസൻട്രിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് അതും കൂടെ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിസൾട്ടഡ് ഇൻ peasant revolt, creating an exploitative, stagnant rural economy favoring British interest. ഓക്കെ, സോ ഈ പോസ്റ്റ് ബ്രിട്ടീഷ് സമയത്ത് അത് എങ്ങനെയാണ് പെസൻട്രി ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ക്രിയേറ്റിംഗ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിരുന്നു, സ്റ്റാഗ്നന്റ് റൂറൽ എക്കണോമി ആണ്, നോ ഗ്രോത്ത് ആൻഡ് ലൈക്ക് ഇറ്റ് സേവേർഡ് ദ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഞാൻ നേരത്തെ ചോദ്യങ്ങളിൽ എന്തൊക്കെ പാർട്ട് പറഞ്ഞാൽ അത് മുഴുവൻ വളരെ സ്ട്രക്ചർഡ് ആയിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത്തരം വാക്കുകൾ കട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള വാക്കുകൾ നിങ്ങളൊന്ന് ലൈക്ക് എണ്ണി നോക്കുക. ഓക്കെ, 1, 2, 3, 4, 5 അങ്ങനെ നിങ്ങൾ എണ്ണി നോക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വാക്കുകൾ ആഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഇത് എക്സ്ട്രാ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 5 or 6 ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം. ഇനി കൊമേഴ്ഷ്യലൈസേഷൻ അത് തന്നെയാണ് ക്യാഷ് ക്രോപ്പ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്നെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സ്പേസ് തന്നിട്ടുണ്ടെങ്കിൽ ഫോം ഇട്ടിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ക്രോപ്പ് ഫോക്കസ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ബാക്കിയുള്ളതൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അഗ്രേറിയൻ സ്ട്രക്ചർ, പെസന്റ് റിവോൾട്ട്, സെൽഫ് സഫിഷ്യന്റ്, എക്സ്പോർട്ട് ഓറിയന്റഡ്, ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ മാർക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി ഈ ഒരു ആൻസറിൽ വരുന്ന എല്ലാ കീവേഡ്സ് ആണ്. ലാൻഡ് റവന്യൂ സ്ട്രക്ചർ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദി അഗ്രികൾച്ചർ, ഇൻഡെപ്റ്റഡ്നെസ്, ലാൻഡ്ലെസ്നെസ്. ഓക്കെ, സോ ലാൻഡ്ലെസ്നെസ് എന്ന് പറയുന്നത് പെസൻട്രിയും കൂടിയാണ്, അതായത് ഭൂമി ഇല്ല, ഭൂമി മുഴുവൻ ആരുടെ അടുത്താണ്, ജന്മിമാരുടെ അടുത്താണ്. സോ ദാറ്റ് ട്രാൻസ്ഫോംഡ്, ഹൗ ഇറ്റ്സ് ട്രാൻസ്ഫോംഡ് ദ പെസൻട്രി. ഏർലിയർ ദ ലാൻഡ് വാസ് വിത്ത് ദം, നൗ ദേ ബിക്കം ലാൻഡ്ലെസ്. വളരെ കൃത്യമായിട്ട് എവറിഥിങ് ഇസ് കവേർഡ് ഇൻ ദിസ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ആൻസർ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അസസ് ദി എത്തിക്സ് ഓഫ് പഞ്ചശീൽ ഇൻ ഇന്ത്യ ചൈന റിലേഷൻ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടുത്തെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. എത്തിക്സ് ഓഫ് ദി പഞ്ചശീൽ അതൊരു ഫസ്റ്റ് കീവേഡ് ആണ്. ദെൻ ഇന്ത്യ ചൈന റിലേഷൻ, അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്ലൈറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ രണ്ട് കീവേഡ്സ് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കീവേഡ്സ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ലൈക്ക് ലൈവ് മെന്റഡ് ആൻസർ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, മെന്റഡ് ആൻസർ റൈറ്റിംഗ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായിരിക്കും നിങ്ങളെ കൊണ്ട് ലൈവ് ആയിട്ട് തന്നെ ചെയ്യിക്കായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്ത് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതാണ്ടാകും. ഇത് നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷന് ശേഷമായിരിക്കും നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എത്തിക്സ് ഓഫ് ദ പഞ്ചശീല പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഹൗ ഇന്ത്യ ചൈന റിലേഷൻ വാസ് സപ്പോസ്ഡ് ടു ബി. ഈ പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യ ചൈന റിലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന പഞ്ചശീല പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഹൗ ഇന്ത്യ ചൈന റിലേഷൻ ഈസ് നൗ, ഓക്കെ, അതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ പ്രസന്റ്ലി ഇന്ത്യ ചൈന റിലേഷൻ എങ്ങനെയാണ്, ഇതും കൂടെ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോഴേ നമ്മുടെ ആൻസർ എന്താവുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ എത്തിക്സ് ഓഫ് ദി പഞ്ചശീല പ്രിൻസിപ്പിൾസിൽ എന്ത് വരുന്നുണ്ട്, മ്യൂച്വൽ റെസ്പെക്ട് വരുന്നുണ്ട്, നോൺ ഇന്റർഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് റെസ്പെക്ടിങ് ദി ടെറിട്ടറീസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ലൈക്ക് 5ഓളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ വാട്ട് ആക്ച്വലി ചേഞ്ച് ദിസ് റിലേഷൻ, ഇത് ചേഞ്ച് ചെയ്യാനുള്ള റിലേഷൻ എന്താണ്, ഹൗ ദിസ് എത്തിക്സ് ഹാസ് ബ്രോക്കൺ. അപ്പൊ ഇവിടെ ജസ്റ്റ് നോക്കുക, അസസ് ദി പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്നല്ല പറഞ്ഞത്, അസസ് ദി എത്തിക്സ് ഓഫ് ദി പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പം എത്തിക്സ് ബിക്കം എ സ്റ്റാർ കീവേഡ് ഓവർ ഹിയർ. ഓക്കെ, അപ്പം ഇവിടെ ഈ ചേഞ്ചും നമ്മൾ എത്തിക്സിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെ ആയിരിക്കണം പറയേണ്ടത്. ഓക്കെ, ഹൗ ഇന്ത്യ ചൈന റിലേഷൻ വാസ് സപ്പോസ്ഡ് ടു ബി, ഇവിടെ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് ദ 1962 വാർ ഈ എത്തിക്സ് ചേഞ്ച് ചെയ്തു. സോ വാട്ട് വാസ് ദാറ്റ്. അപ്പം ആ ഒരു ഡയമെൻഷനിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ആൻസർ പോകേണ്ടത്. അതിന്റെ പുറത്തേക്ക് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, സോ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, കറണ്ട് ഇന്റർനാഷണൽ IR കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്ത്യ ഇസ് നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. At present, Asia is like two power centric, India and China എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റെലവെന്റ് അല്ലാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ചൈന is cooperating on the Shanghai Cooperation Organization. ഇതൊക്കെ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റിയ സാധനം തന്നെയാണ്. എനിക്കിപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് UPSCയുടെ ഒരു 15 മാർക്കിന്റെ അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തേനെ. ഓക്കെ,
ബട്ട് ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വി കനോട്ട് ഇൻക്ലൂഡ് ദിസ്. ഓക്കെ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കൊണ്ടുവരാം. ആൻഡ് ചൈന ഇസ് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അലോങ് ദി അരുണാചൽ പ്രദേശ് ഉണ്ട്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ ലൈക്ക് അഗ്രഷൻ അലോങ് ദി കാശ്മീർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആൻസർ ആ ഒരു വേർഡ് കൺസ്ട്രെയിൻസ് 30 to 35 ഇത് നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കേസിന്റെ മെയിൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിക്കമിങ് മോർ ചാലഞ്ചിങ് ദാൻ ദി UPSC മെയിൻസ്. UPSC മെയിൻസിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. എല്ലാ കണ്ടന്റും നമുക്ക് എഴുതി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. 2 പേജ് സ്പേസ് ഉണ്ടായിരിക്കും. ആ 2 പേജിൽ KS എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, 8 ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കും. 8 ചോദ്യത്തിന്റെ ആൻസർ അവിടെ എഴുതി വെക്കാം ഇതേപോലെ. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസ്. അപ്പൊ ഇതിന്റെ ആൻസർ അങ്ങനെ ആയിരിക്കണം, പഞ്ചശീൽ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ബേസ്ഡ് ഓൺ sovereignty, non-aggression, non-interference, equality, and peaceful coexistence, symbolized ethical diplomacy. However, China's 1962 aggression undermined trust, exposing contradiction between idealism and real politics. Okay, so ഇവിടെ ഉണ്ടായിരുന്ന എത്തിക്സ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടുത്തെ എത്തിക്സ് എന്തൊക്കെയായിരുന്നു? We have like upholded sovereignty, non-aggression, non-interference, equality, peaceful coexistence. ഈ ഒരു എത്തിക്സ് ആയിരുന്നു. ബട്ട് 1962 വാറിന് ശേഷം എന്ത് ചെയ്തു? That ethics was broken. So second part നമ്മൾ അതേ ഒരു എത്തിക്കൽ ഡയമെൻഷനിൽ തന്നെയാണ് ആൻസർ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. That it undermined or it broke the trust, exposed the contradiction between idealism and real politics, because ഈ പറയുന്ന പഞ്ചശീല പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതൊരു നെഹ്റുവിയൻ ഐഡിയലിസം ആയിരുന്നു. ഓക്കെ, നെഹ്റുവിയൻ ഐഡിയലിസം ആയിരുന്നു എന്തെന്ന് പറയുന്നത്, പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം ഐഡിയലിസത്തിൽ നിന്ന് റിയൽ പൊളിറ്റിക്സിലേക്ക് വന്ന സമയത്തുള്ള ഒരു ചേഞ്ച് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. ഓക്കെ, സോ അതും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ആൻസറിൽ നമ്മൾ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഞാൻ ഇവിടെ ലൈക്ക് ഐഡിയലിസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നെഹ്റുവിയൻ ഐഡിയലിസം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അത് വേർഡ് ലിമിറ്റിനെ ക്രോസ് ചെയ്യും. ഓക്കെ, വേർഡ് ലിമിറ്റിൽ കൂടാൻ അത് കാരണമുണ്ട്. അതുകൊണ്ട് വളരെ ലിമിറ്റ് ചെയ്തു. നെഹ്റുവിയൻ ഐഡിയലിസം എന്ന് പറയുന്ന സാധനം ഒഴിവാക്കിയിട്ട് പകരം ഐഡിയലിസം എന്ന് മാത്രം ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, സോ ആൻസർ എന്ത് ചെയ്തു, വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് മാറി. ഓക്കെ, സോ ഇതുപോലുള്ള ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ കൂടി ബാക്കി ഓരോ സെക്ഷന്റെ ഡിസ്കഷനും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ കോഴ്സിൽ സബ്സിക്വന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓരോ സെക്ഷൻസ് കഴിയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇത്തരത്തിലുള്ള മെയിൻസ് ക്വസ്റ്റ്യൻ അനാലിസിസും കൂടെ ഈ വൈക്ക് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊരു അഡീഷണൽ ഫീച്ചർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം പ്രിലിംസിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പ്രിലിംസിന് വരാം. Which among the following is not included or not part of the Panchashila? Okay, Panchashila principle. Or the Panchashila principle decides the diplomacy between which of the following countries? India and China. Okay, so എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. Sovereignty, non-aggression, non-interference, equality, and peaceful coexistence. Okay, ഏതൊക്കെയാണ് വരുന്നത് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. Sovereignty, non-aggression, non-interference, equality, and peaceful coexistence. Okay, peaceful coexistence. ഒരു തവണ കൂടെ, sovereignty, non-aggression, non-interference, equality, and peaceful coexistence. ഓക്കെ, മറക്കരുത്. ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പം IRന്റെ സെഷനിലായി കഴിഞ്ഞാലും ഇതുപോലത്തെ GSന്റെ സെഷനിലായി കഴിഞ്ഞാലും ഒക്കെ അത് നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട്. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ബാക്കി ആൻസേഴ്സ് നിങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ KSന്റെ ഫസ്റ്റ് എക്സാമിനേഷന്റെയും അതുപോലെ തന്നെ HSFTക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സ്പെഷ്യൽ എക്സാമിനേഷന്റെ ഒക്കെ മെയിൻസ് ആൻസേഴ്സിന്റെ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ കോഴ്സ് സെഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നോക്കുക. ബാക്കി സെഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി കവർ ചെയ്യണം. ഓക്കെ, സോ താങ്ക്സ് ഫോർ ഓൾ. ആൻഡ് റിഗാർഡിംഗ് ദി KS കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KS മാസ്റ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്പറിൽ 7012173900 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.